ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് പുതിയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നൊരു സൺഡേ ആണ്. ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ. വെള്ളം, സ്നാക്സ്, ഫുഡ്, ഞങ്ങളെ ഡ്രസ്സ് ഒക്കെ വെച്ച് നമ്മൾ റെഡിയായി ഇരിക്കുകയാണ്. വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ രാവിലെ 7 മണിക്ക് തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന ലൊക്കേഷന് ഒരു 3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. 2 ഫാമിലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിലെ നിങ് ബിൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ വിയറ്റ്നാമിലേക്ക് വരികയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് തന്നെ പറയാം ഈ നിങ് ബിൻ. ഇതിനെ ലോക്കലി അറിയപ്പെടുന്നത് ദ ഹലോങ് ബേ ഓൺ ലാൻഡ് എന്നാണ്. ഇവിടെ ഒരുപാട് റിവേഴ്സും അതേപോലെ മൗണ്ടെയ്ൻസും ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ ലൊക്കേഷനോട് അടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ലൈം സ്റ്റോൺ മൗണ്ടെയ്ൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതും വലിയ വലിയ മലകളാണ്. നമ്മൾ ക്യാബിൻ്റെ സൈഡ് വ്യൂവിലൂടെ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഒരുപാട് വെള്ളക്കെട്ടുകളും അതേപോലെ മലകളുമായിട്ട് നിറഞ്ഞൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി അവിടെ ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ട്. അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ചേട്ടൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഈ കാഴ്ചകളൊക്കെ കുട്ടികളെ ഒന്ന് കാണിക്കാനും അതേപോലെ നമുക്ക് വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. കുട്ടികളാണെങ്കിൽ ഇത്രയും വലിയ കുന്നും മലയൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ഡ്രൈവർ ചേട്ടനും നമ്മളും തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. കാരണം അയാൾക്ക് വിയറ്റ്നാമീസ് മാത്രമേ അറിയൂ. നമുക്കതുപോലെ അത് മനസ്സിലാവത്തുമില്ല. അതുകൊണ്ട് കുട്ടികൾ എന്തൊക്കെയോ ബാക്കിൽ നിന്ന് സംസാരിക്കുന്നതല്ലാണ്ട് വണ്ടിയിൽ വേറെ പ്രത്യേകിച്ച് സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. ഫ്രണ്ടിലിങ്ങനെ വെറുതെ വായും പൂട്ടി ഇരിക്കണ്ടേ വണ്ടി ഓടിക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മളെ റിസോർട്ടിലേക്ക് പോവാണ്. നമ്മൾ ലഗേജസൊക്കെ അവിടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ. അതേപോലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. എക്സാക്റ്റ് ഒരു വലിയ മലേൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് ഒരു മലയുടെ തൊട്ടടുത്താണ് ഈ റിസോർട്ടുള്ളത്. നല്ലൊരു സ്വിമ്മിങ് പൂൾ ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഇപ്പോഴേ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നൈറ്റ് ആകുമ്പോഴാണ് നല്ല വ്യൂ ഉണ്ടാവുക. നൈറ്റ് ആകുമ്പോൾ ഇവിടെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വ്യൂ ആയിരുന്നു. അതേപോലെ വെള്ളം കണ്ടപ്പോൾ രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിൽ കാലിട്ടിട്ട് അങ്ങനെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് നെക്സ്റ്റ് ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകണം. ജസ്റ്റ് ഒന്ന് ലഗേജ് വെക്കാൻ നമ്മൾ കയറിയതാണ്. പക്ഷെ അവർ വെള്ളത്തിൽ കുട്ടികൾ കുറച്ച് ലോക്കൽ കുട്ടികൾ അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ റൂമിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ 2 ബെഡ് വരുന്നുണ്ട്. നല്ല നീറ്റായിട്ട് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് ടേബിൾ, ലാമ്പ്, അതേപോലെ തന്നെ ഫാന്, AC എല്ലാ കാര്യങ്ങളും ഉണ്ട് റൂമിൽ. ഒരു ടേബിളുണ്ട്. ടേബിളിൻ്റെ അവിടെ ഫ്രിഡ്ജ്, കെറ്റിൽ, കോഫി മേക്കാനുള്ള സാധനങ്ങൾ, അതേപോലെ ഡ്രയർ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ബാത്റൂം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കിട്ടിയത്. ഇതാണ് റിസോർട്ടിൻ്റെ ഓണർ. അവരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് റൂമാണ് ഇത്. ഇതും നല്ല റൂമാണ്. 2 ബെഡും കാര്യങ്ങളും അതുപോലെ ബാത്റൂം എല്ലാ കാര്യങ്ങളും ഇവിടെയും ഉണ്ട്. പിന്നെ ഇത് റിസോർട്ടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ നല്ല ഊഞ്ഞാലും അതുപോലെ ഫോട്ടോ എടുക്കാൻ നല്ലൊരു ലൊക്കേഷനൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നത് ഇവിടുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.